നമസ്കാരം. +1 സാമ്പത്തിക ശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിന്റെ ലാസ്റ്റ് ഏരിയയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായ 2 പോയിന്റാണ് ഉള്ളത്. ഒന്ന് ഒക്കുപേഷണൽ സ്ട്രക്ചർ, രണ്ടാമത്തേത് ഇൻഫ്രാസ്ട്രക്ചർ. അതിൽ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് ആദ്യം നോക്കുക. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ വിവിധ മേഖലകളിലും വ്യവസായങ്ങളിലും തൊഴിൽ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ തൊഴിലിന്റെ വിതരണത്തിന്റെ കാര്യമാണ് നമ്മൾ ഒക്കുപേഷണൽ സ്ട്രക്ചറിൽ പഠിക്കുന്നത്. കൊളോണിയൽ ഗവൺമെന്റ് സമയത്ത് ഈ ഒക്കുപേഷണൽ സ്ട്രക്ചറിൽ തൊഴിൽ ഘടനയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് about 70 to 75% of population are engaged in agriculture. 10% people are engaged in manufacturing sector. 10 to 20% people are engaged in service sector. ഇന്ത്യയിലെ ഏകദേശം 70 മുതൽ 75% വരെ ആൾക്കാർ എൻഗേജ് ചെയ്തിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിലായിരുന്നു. 10% ആൾക്കാർ മാനുഫാക്ചറിംഗ് മേഖലയിലും, അതേസമയത്ത് 10 മുതൽ 20 വരെ ശതമാനം ആൾക്കാർ ജോലി ചെയ്തിരുന്നത് സേവന മേഖലയിലുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക തലത്തിൽ ഇതിന് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ കാർഷിക മേഖലയിലാണ് കൊളോണിയൽ ഗവൺമെന്റിന്റെ സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിലും ഏരിയ മാറുന്നതനുസരിച്ച് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും പല രീതിയിലായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ മദ്രാസ് പ്രസിഡൻസി, അതായത് ഇപ്പോഴത്തെ കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലുങ്കാന ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൊളോണിയൽ ഗവൺമെന്റ് സമയത്ത് അഗ്രികൾച്ചറിൽ എൻഗേജ് ചെയ്തിരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതേസമയത്ത് കൂടുതൽ ആൾക്കാർ എൻഗേജ് ചെയ്തിരുന്നത് മാനുഫാക്ചറിങ്ങും അതുപോലെ സർവീസ് മേഖലയിലുമായിരുന്നു. അതേസമയത്ത് രാജസ്ഥാൻ, പഞ്ചാബ്, ഒറീസ ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, അഗ്രികൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇനി സൗത്തിലോട്ട് വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അഗ്രികൾച്ചർ മേഖലയിൽ അല്ലായിരുന്നു. അപ്പോൾ ഈ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് ഓർമ്മിച്ചു വയ്ക്കുക. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വ്യവസായങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണം ആണ് ഇവിടെ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് മീൻ ചെയ്യുന്നത്. അടുത്ത പോയിന്റാണ് ഇൻഫ്രാസ്ട്രക്ചർ, പശ്ചാത്തല സൗകര്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സമയത്ത് വികാസം പ്രാപിച്ച ചില മേഖലകളായിരുന്നു റെയിൽവേ, റോഡ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, അതുപോലെ ഇൻലാൻഡ് വാട്ടർ സർവീസസ്. The main aim of the development of infrastructure during the colonial period is not to provide basic amenities to the Indian people, but to protect the interest of their people. ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക, അവരുടെ താല്പര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അല്ല അടിസ്ഥാനപരമായി ഈ സൗകര്യങ്ങളെല്ലാം കൊളോണിയൽ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ റെയിൽവേ, റോഡ് അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ഇൻലാൻഡ് വാട്ടർവേസ് ഇതിലൊക്കെയാണ് കൂടുതലും ഡെവലപ്മെന്റുകൾ നടന്നത്. ഇപ്പോൾ റോഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർമിയെ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പർപ്പസ്. മറ്റൊന്ന്, റൂറൽ ഏരിയയിലുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. വില്ലേജുകളിൽ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് റെയിൽവേ അല്ലെങ്കിൽ പോർട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുക, അതും മറ്റൊരു ലക്ഷ്യമായിരുന്നു. കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള റോഡുകളല്ലായിരുന്നു. ക്ഷാമം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്നും ജനങ്ങളെ എത്രയും പെട്ടെന്ന് സ്ഥലങ്ങൾ മാറ്റുന്നതിനോ ഇതിനുള്ള ഒരു സംവിധാനമൊന്നും അത്രയും ഡെവലപ്പ് ചെയ്ത റോഡുകളല്ലായിരുന്നു ബ്രിട്ടീഷുകാരുടെ കൊണ്ടുവന്നത്. ഇനി റെയിൽവേയുടെ കാര്യം പറയുകയാണെങ്കിൽ
1850 ഇന്ത്യയിലെ റെയിൽവേ സ്ഥാപിതമായെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ റെയിൽവേയുടെ കാര്യം തന്നെ ബ്രിട്ടനില് നടക്കുന്ന വ്യാവസായിക വിപ്ലവത്തിൽ റോ മെറ്റീരിയൽസ് പെട്ടെന്ന് തുറമുഖങ്ങളിൽ കൊണ്ടെത്തിക്കുക, അവിടെ നിന്നും ബ്രിട്ടനിലോട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലോട്ടോ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് റെയിൽവേ എന്നൊരു സംവിധാനം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ടുള്ളോ അല്ലെങ്കിൽ കൾച്ചറായിട്ടുള്ള ബാരിയേഴ്സ് ഒന്നും ഒരു തടസ്സം അല്ലാതായി മാറി. അതെല്ലാം മാറി. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കാൻ ഈ റെയിൽവേയുടെ വികസനം കൊണ്ട് സാധിച്ചു. ഇനി മറ്റൊന്നാണ് ഉൾനാടൻ ഗതാഗതം. ഈ ഉൾനാടൻ ജലഗതാഗതവും അല്ലെങ്കിൽ കടൽ ഗതാഗതവും ഇതൊക്കെ ഹ്യൂജ് എമൗണ്ട് ആണ് ബ്രിട്ടീഷുകാർ ഇവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഹ്യൂജ് എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്തെങ്കിൽ പോലും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഒരു ഡെവലപ്മെന്റ് ഈ മേഖലയിൽ നടന്നില്ല. ഈ കനാലിലൊക്കെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് ഒരുപാട് എമൗണ്ട് ബ്രിട്ടീഷുകാർ ചെലവഴിച്ചാണ്. എന്നാൽ ഇതിന് സമാന്തരമായ റെയിൽവേ വന്നതോടുകൂടി ഈ കനാലിൽ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിച്ച പൈസ എല്ലാം വേസ്റ്റ് ആയി. അതുപോലെ മറ്റൊന്നാണ് പോസ്റ്റൽ ടെലഗ്രാഫ്. വളരെ കൂടിയ എമൗണ്ടുകൾ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റൽ ടെലഗ്രാഫും. അതേസമയത്ത് ഈ പോസ്റ്റൽ ടെലഗ്രാഫിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 1857 റിവോൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇതിനെ സപ്രസ് ചെയ്യിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഈ തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നത് ഈ മേഖലയിൽ മാത്രമാണ്. അതായത് റെയിൽവേ, റോഡ്, പോസ്റ്റൽ ടെലഗ്രാഫ്, ഇൻലാൻഡ് വാട്ടർവേസ്. അപ്പോൾ 200 വർഷക്കാലം ഉള്ള കൊളോണിയൽ ഗവൺമെന്റിന്റെ ഭരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ സാരമായ മാറ്റങ്ങൾ വരുത്തി. അഗ്രികൾച്ചർ മേഖലയിൽ തന്നെ നമ്മൾ ആദ്യമേ പഠിച്ചു, സ്റ്റാഗ്നേഷൻ ആയിരുന്നു. പ്രൊഡക്ടിവിറ്റി തന്നെ വളരെ ലോ ആയിരുന്നു. ഇൻഡസ്ട്രിയൽ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ മോഡേണൈസേഷൻ ഇല്ലായിരുന്നു. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷനോ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകളോ ഒന്നും വ്യവസായ മേഖലയിൽ ഇല്ലായിരുന്നു. വിദേശ വ്യാപാരം എടുക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വേണ്ടി മാത്രമാണ് ഇന്ത്യയെ കൊണ്ട് ഉപയോഗമുണ്ടായത് അവർക്ക്. കാരണം റോ മെറ്റീരിയൽസ് എല്ലാം എക്സ്പോർട്ട് ചെയ്ത് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറെ കൂടി പരിപോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റോഡ്, റെയിൽവേ അല്ലെങ്കിൽ പോസ്റ്റൽ ടെലഗ്രാഫ്, ഇൻലാൻഡ് വാട്ടർവേസ്, ഇതിൽ മാത്രമാണ് അല്പമെങ്കിലും എക്സ്പാൻഷൻ നടന്നത്. ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ദാരിദ്ര്യവും അൺഎംപ്ലോയ്മെന്റും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണ ഫലമായി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. ഇത് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ത്യ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ആദ്യം നമ്മൾ നോക്കിയത് ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, 2 അഗ്രികൾച്ചർ സെക്ടർ, 3 ഇൻഡസ്ട്രിയൽ സെക്ടർ, 4 ഡെമോഗ്രാഫിക് കണ്ടീഷൻ, 5 ഒക്കുപേഷൻ സ്ട്രക്ചർ, 6 ഇൻഫ്രാസ്ട്രക്ചർ, മറ്റൊന്ന് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ അടങ്ങുന്ന ഈ ചാപ്റ്റർ നല്ല ഭംഗിയായി പഠിക്കുക. ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്: ബ്രിട്ടീഷുകാരുടെ സമയത്ത് അഗ്രികൾച്ചർ മേഖലയിലുണ്ടായ സ്തംഭനാവസ്ഥയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് എഴുതാൻ പറയും. അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ഒക്കുപേഷണൽ സ്ട്രക്ചർ, തൊഴിൽ ഘടനയിലുള്ള മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞത് ഓർമ്മ കാണും, 75% ആൾക്കാർ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മളുടെ ഈ സൗത്തിലോട്ട് വരുമ്പോൾ അവിടെ അഗ്രികൾച്ചർ അല്ല കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്താണെന്നുള്ള ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നാഷണൽ ഇൻകം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകളൊന്ന് ഓർമ്മിച്ചു വയ്ക്കുക. ബ്രിട്ടൻ നടത്തിയ, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നടത്തിയ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് ഉപകാരം ചെയ്തോ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്
നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കഴിഞ്ഞുപോയ ക്ലാസ്സുകളും കൂടി വിലയിരുത്തി ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇന്ത്യൻ അക്കൗണ്ട് ഡെവലപ്മെന്റ് രണ്ടാമത്തെ ചാപ്റ്ററുമായി കാണാം. നന്ദി, നമസ്കാരം.